Hi friends, welcome back. അപ്പോൾ നമ്മൾ ഇന്നൊരു ലീഫ് ആർട്ട് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോണേ. നമ്മൾ മുമ്പ് തന്നെ ഒരു ലീഫ് ആർട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിക്ക് എങ്ങനെയാണ് സ്റ്റെൻസിലാക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ ലീഫ് ആർട്ട് ചെയ്യുമ്പോൾ സ്റ്റെൻസിലാക്കിയിട്ടാണല്ലോ അത് ലീഫിൽ വരയ്ക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അത് ഏത് ആപ്പാണ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ലീഫ് എങ്ങനെ കേടാവാണ്ട് സൂക്ഷിക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഈ ലീഫ് ആർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കണ്ണും അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. കണ്ടാൽ മാത്രം പോരെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എല്ലാവരും ചുമ്മാ കണ്ടിട്ട് പോകണമെങ്കിൽ ലൈക്ക് ചെയ്യുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ എന്ന് ഞാൻ പറയുന്നു വിചാരിക്കേണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. എങ്ങനെ ഇത് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഏത് പിക്കാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ക് സ്റ്റെൻസിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പിക്കാണോ വരയ്ക്കേണ്ടത് ലീഫിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടാണ്. നമ്മളിപ്പോഴും ഫിലിം സ്റ്റാർസിനെ മാത്രം വരച്ചാൽ പോലല്ലോ, നമ്മുടെ ഒപ്പം നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട്സിനെ കൂടി വരയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ പിക്ക് എടുത്തിട്ട് ഇത് ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് എത്രയാണോ കറക്റ്റ് ഒരു സൈസിൽ അത് ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞതെടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് ഒരു 8 ആക്കി വയ്ക്കുക. 8, 5 ആ ഒരു റേഞ്ചാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ടൂൾസിനകത്ത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ്, അതുപോലെ സാച്ചുറേഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി വയ്ക്കുക, ഒരു 10 ഒക്കെ ആയിട്ട്. അതുപോലെ ക്ലാരിറ്റി കുറച്ച് കൂട്ടി വയ്ക്കുക, ഒരു 8 റേഞ്ച്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്കാണ് എടുത്തേക്കണത്, അതുകൊണ്ട് എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കളർ ഫോട്ടോ ആണെങ്കിൽ സാച്ചുറേഷൻ 0 ആക്കി വയ്ക്കാം. ഇത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് തീർക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ കേർവ്സ് എടുത്തിട്ട് ഞാൻ ഈ കേർവ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റെൻസിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെൻസിലാക്കിയ പിക്ക് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് വാൾപേപ്പർ ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇല വെച്ച് വരയ്ക്കുമ്പോൾ അത് നീങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പിക്ക് ലീഫിൽ വരച്ചെടുക്കാം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കുക, എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കാം, ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിലിംഗ് നൈഫ്. ഇതിനെങ്ങനെയാണ് വരണതെന്ന് വെച്ചാൽ ഒരു നൈഫും പിന്നെ 5 ബ്ലേഡായിട്ടാണ് വരണേ. അപ്പോൾ നല്ല മൂർച്ചയാണ്, പിന്നെ കണ്ട തുമ്പൊക്കെ നല്ല പോയിന്റഡ് ആണ്. അപ്പോൾ ഇത് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് ലീഫായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം. ഇത് നൈഫ്, ഇതിനകത്ത് 5 ബ്ലേഡ് ഉണ്ട്. ഇത് തുറന്നു കഴിയുമ്പോൾ കണ്ട നല്ല പോയിന്റഡ് ആയിട്ടുള്ള ടിപ്പാണ്. പിന്നെ നമുക്ക് ഈ ബ്ലേഡ് മാറ്റണമെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് ബ്ലേഡ് മാറ്റാൻ പറ്റും. ഇതിന് 100 രൂപയാണ് വില. അപ്പോൾ 100 രൂപയ്ക്ക് നഷ്ടമാണെന്ന് വിചാരിക്കേണ്ട, നമുക്ക് 5 ബ്ലേഡും കിട്ടും. പിന്നെ ഈ ലീഫ് ആർട്ടിന് മാത്രമല്ല, നമുക്ക് ഈ പെൻസിൽ ക്രേവിംഗ് ഒക്കെ ചെയ്യില്ല, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈഫാണ്. നല്ല മുറിച്ചിടതാണ്, സൂക്ഷിച്ച് ഉപയോഗിച്ചോളോ, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഡീറ്റെയിലിംഗ് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് ലീഫ് ആർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ എൻഡ് നല്ല പോയിന്റഡ് ആയതുകൊണ്ട് നമ്മുടെ നോസും അതുപോലെ കണ്ണും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലീഫ് ആർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആകാശത്തേക്ക് ഇത് പൊക്കി നോക്കാം. എന്തേ കണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ പിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലീഫ് ആർട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ഈ ലീഫ് ആർട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ട് അതൊരു ബ്രഷിലാക്കിയിട്ട് നമ്മുടെ ലീഫിൻ്റെ ബാക്ക് പോർഷനിൽ ആക്കിയിട്ട് നമ്മൾ ഈ വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ പിക്ക് വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിന് ഇത്തിരി ഗ്ലോ കിട്ടാനും അതുപോലെ കുറേ നാൾ ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വാർണിഷ്, ഇത് വാർണിഷാണ്. അപ്പോൾ ഈ വാർണിഷ് എടുത്തിട്ട് ഒരു കോട്ട് നമ്മൾ ഈ ലീഫിൻ്റെ മുകളിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളത് കേടാവാണ്ട് ഇരിക്കും. നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷിൽ വാർണിഷ് ആക്കിയിട്ട് നമ്മുടെ ഈ ലീഫിൻ്റെ മുകളിൽ ഒരു കോട്ട് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.